Welcome to RK's Stories. കഥ തുടങ്ങും മുന്നേ എല്ലാവരോടും ഒരു ചെറിയ കാര്യം പങ്കുവെക്കട്ടെ. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നതിനിടയിൽ ഇടയ്ക്ക് താഴെയായി ചെറിയൊരു സ്ലിപ്പ് പോലെ മിൻട്രയുടെയോ ഫ്ലിപ്കാർട്ടിന്റെയോ ഒക്കെ പരസ്യങ്ങൾ വരാറുണ്ട്. എപ്പോഴെങ്കിലും ആ സൈറ്റുകളിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുള്ളപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്ന അത്രയും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്പിലേക്ക് കയറിയിട്ട് വാങ്ങാൻ ശ്രമിക്കുമല്ലോ. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന സാധനം തന്നെ വാങ്ങണമെന്നില്ല. ആ സൈറ്റിൽ നിന്ന് എന്ത് വാങ്ങിയാലും ചെറിയൊരു കമ്മീഷൻ ലഭിക്കും. സാധിക്കുന്നവർ ദയവായി അത്തരത്തിലുള്ള സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്തേക്കണേ. ഇനി കഥയിലേക്ക്. ലവ് ഇൻ ഗോവ ആൻ IT ലവ് സ്റ്റോറി ഭാഗം 10. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ജോലി തിരക്കിനിടയിൽ ലാപ്പിലേക്ക് മുഖം പൂഴ്ത്തിയിരിക്കുമ്പോൾ ക്യൂബിക്കിളിന്റെ സൈഡിൽ ഒരു തട്ടൽ കേട്ടാണ് അല്പം നീരസത്തോടെ ഗംഗ മുഖം ഉയർത്തി നോക്കിയത്. ഗുഡ് മോർണിംഗ് ഗംഗ. അവളെ നോക്കി ചിരിച്ചും കൊണ്ട് ഒരു ചുള്ളൻ ക്യൂബിക്കിളിന്റെ സൈഡിൽ നിൽക്കുന്നു. ഫോർമൽ ലൈറ്റ് ക്രീം ഷർട്ടും ബ്ലാക്ക് പാന്റും ഒരു ബ്ലാക്ക് ഫോർമൽ ലെതർ ഷൂമിട്ട് ട്രിം ചെയ്തൊതുക്കിയ താടിയും ചുരുണ്ട മുടിയുമുള്ള ഒരു ഇടിവെട്ട് പയ്യൻ. ആരാപ്പ ഈ പുതിയ അവതാരം എന്നവൾ ചിന്തിക്കെ ആ രൂപം വാ തുറന്നു. ഹായ്, ഞാൻ നെൽസൺ, പുതിയ HR അസിസ്റ്റന്റ് മാനേജറാണ്. ഇന്നലെ ജോയിൻ ചെയ്തു. ഗംഗ ലീവായിരുന്നുകൊണ്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. വാട്ട് ഹാപ്പൻ ടുഡേ? ഓ, നല്ല സുഖമില്ലായിരുന്നു. എന്നിട്ട് മെഡിസിൻ എടുത്തില്ലേ? മെഡിസിൻ എടുത്തതിന്റെ സുഖമില്ലാതായത്. വാട്ട്? യെസ് മാൻ, ഞാൻ ഡ്രഗ്സ് എടുത്ത കാര്യമാ പറഞ്ഞേ. ഓ, യു യൂസ് ഡ്രഗ്സ്? യെസ്. എനി പ്രോബ്ലം? ഓ, നോ പ്രോബ്ലം. ഇറ്റ്സ് യുവർ പേഴ്സണൽ മാറ്റർ. ബട്ട് ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല, അറിയാലോ അല്ലേ? അയ്യോ, അറിയില്ലായിരുന്നു കേട്ടോ. പറഞ്ഞത് നന്നായി. പുതിയതല്ലേ? എനിവേ ഐ ലൈക്ക് ഇറ്റ്. താങ്ക്സ്. വരവെച്ചിരിക്കുന്നു. കൂൾ. താൻ ആള് കൊള്ളാലോടോ. എന്ത് ചെയ്യാനാ മാഷേ, മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാ. അടിപൊളി. എവിടെയാണ് ആ ഫാക്ടറി? ഐ മീൻ യുവർ ഹൗസ്? ഓ, അത് കുറ്റിപ്പുറം. നാവാമുകുന്ദന്റെ അമ്പലം അവിടെ അടുത്തല്ലേ? അതെ. എന്തേ, അവിടെ നിന്ന് മാറ്റണോ? എന്റെ പൊന്നോ, ചുമ്മാ ചോദിച്ചതാ. ആളെ വിടുമോളെ. ശരി, വിട്ടിരിക്കുന്നു, പോയിക്കോ. താങ്ക് യു, താങ്ക് യു. അവളെ നോക്കി കൈകൂപ്പി ചിരിച്ചിട്ട് നെൽസൺ അവിടെ നിന്നും നടന്നു കന്നു. ഊമ്പിയടാ, ലവൻ ഊമ്പി ദോണ്ടെ പോണ്. ക്യൂബിക്കിളിന്റെ സൈഡ് വാളിന് മുകളിൽ കൂടി എത്തി വലിഞ്ഞ് ഗംഗയും നെൽസനും തമ്മിൽ സംസാരിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്ന അസി ഇളിച്ചും കൊണ്ട് പറഞ്ഞു. എന്തോന്നാടേ? ലാപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന എനിക്ക് കാര്യം മനസ്സിലായില്ല. ഡാൻ നെൽസൺ അവളോടെ ഒലിപ്പിച്ചോണ്ട് ചെന്നതാ, ഏറ്റില്ല, ദോ പോയി. അവൻ ആരോടെങ്കിലും ഒലിപ്പിക്കട്ടെ, അതിന് നിനക്കെന്നാ? നീയല്ലേ പറഞ്ഞത് അവളെ നിനക്ക് പ്രേമിക്കണമെന്ന്? ഞാനോ? എപ്പോ? കഴിഞ്ഞ ദിവസം കുരിശി ചുമക്കും പോലെ അവളെയും എടുത്ത് ഫ്ലാറ്റിൽ കൊണ്ടുപോയി പുതപ്പിച്ച് കിടത്തിയിട്ടേ തിരികെ വരുമ്പോ നീയല്ലടാ പറഞ്ഞത് എന്തോ സ്പാർക്ക് വന്നെന്നോ കറണ്ട് അടിച്ചെന്നോന്നൊക്കെ. ആണോ? എന്തോ ഞാൻ ഓർക്കുന്നില്ല. ചമ്മൽ മാറ്റാൻ ഞാൻ ആലോചിക്കും പോലെ ഇരുന്നു. പക്ഷെ അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ചോറ് അന്ന് രാത്രി നമ്മൾ കഞ്ഞിയാക്കി കുടിച്ചത് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പുറത്തിരിക്കുകയായിരുന്ന ഹോപ്പ് അതും പറഞ്ഞ് കൈ ഉയർത്തി. എന്നാ നീ പറയുന്നേ? ആർക്കാ പ്രേമം? ദിയ അസിയെ തോണ്ടി. എടി, ഇന്നലെ പറഞ്ഞില്ലേ ലിവന് ഈ ആരുഷിനി ആ പിശാചിന് ഇഷ്ടമാണെന്ന്. പ്യാറ്, ലവ്, മൊഹബത്തെ. ഗംഗയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അസി പറഞ്ഞു. ക്യാ തൂ പാഗൽ ഹേ? കണ്ട, വിവരമില്ലാത്ത ഇവൾക്ക് പോലും മനസ്സിലായി നിനക്ക് വട്ടാണെന്ന്. എടാ ഉവ്വേ, ഞാനതന്ന് ചുമ്മാ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇനി അതും പറഞ്ഞു നീയൊക്കെ കൂടി എന്റെ മെക്കിട്ട് കയറാൻ വരണ്ട. ചുമ്മാ ആണേ നിനക്ക് കൊള്ളാം. കസേരയിലിരുന്ന് അവർക്ക് നേരെ തിരിഞ്ഞിട്ട് ഹോപ്പ് പറഞ്ഞു. അവൾക്ക് പണി കൊടുക്കാൻ പറ്റിയ സാധനം അവനാണെന്നാ എനിക്ക് തോന്നുന്നേ. അതെന്താടാ ഹോപ്പ് നീ അങ്ങനെ പറഞ്ഞേ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? അവൻ നമ്മുടെ അടുത്തൊന്നും ഇതുപോലെ സംസാരിക്കാൻ വരുന്നില്ല. ഇന്നലെ ഞാൻ നോക്കുമ്പോ ആ ശ്രേയയുടെ അടുത്ത് മണത്ത് നിൽപ്പുണ്ടായിരുന്നു. അനഘയും പറഞ്ഞു അവന് പെൺപിള്ളേരുടെ അടുത്ത് ഇച്ചിരി കൂടുതലാണെന്ന്. ആ, അങ്ങനെയാണെങ്കിൽ ആ ഇളക്കം ഗംഗ തന്നെ അടിച്ചുറപ്പിച്ചോളൂ. അനുഭവം ഗുരു. അസി പൂർത്തിയാക്കിയിട്ട് എന്റെ കയ്യകലത്തിൽ നിന്നും ഒന്ന് മാറി നിന്നു. മതിയടാ മാന്തിയത്, ആ വർക്ക് തീർക്കാൻ നോക്ക്. അതും പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വർക്കിലേക്ക് തിരിഞ്ഞു. ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ ഗംഗയും നിമിഷയും ഇരിക്കുകയായിരുന്ന ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ടേബിളിലാണ് ആരുഷും കൂട്ടരും സ്ഥലം പിടിച്ചത്. ഗംഗ അവരെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നെങ്കിലും ഇടയ്ക്കിടെ അവരെ നോക്കുന്ന നിമിഷയെ കൊതിപ്പിക്കാൻ വേണ്ടി അസിയും ഹോപ്പും മീൻ വറുത്തതും കറികളും അവളെ കാണിച്ചും കൊണ്ട് കഴിക്കുന്നതിനിടയിലാണ് ക്യാൻറ്റീനിലേക്ക് വരുന്ന നെൽസനെ അവർ കണ്ടത്. ക്യാൻറ്റീനിലേക്ക് കയറി വന്ന നെൽസൺ ചുറ്റിനുമൊന്ന് നോക്കിയതിനു ശേഷം ഗംഗയും നിമിഷയും ഇരിക്കുന്ന ടേബിളിന് അടുത്തേക്ക് ചെന്ന് കയ്യിലുണ്ടായിരുന്ന ടിഫിൻ ബോക്സ് ടേബിളിലേക്ക് വെച്ചിട്ട് അവരോടൊപ്പം കയറിയിരുന്നു. ആരോ അടുത്ത് വന്നിരിക്കുന്നത് കണ്ടിട്ടാണ് ഗംഗ മുഖം ഉയർത്തി നോക്കിയത്. ഇതാര്? നെൽസൺ സാറോ?
എന്താണാവോ ഈ പാവത്തങ്ങളുടെ അടുത്തേക്ക് വന്നേ? പാവമോ? ഇയാൾ ഇവിടത്തെ ഗുണ്ടാലിസ്റ്റിൽ പേരുള്ള ആളാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ടിഫിൻ ബോക്സ് തുറന്നുകൊണ്ട് നെൽസൺ ഗംഗയുടെ ചൊറിയലിനുള്ള മറുപടി കൊടുത്തു. അതൊക്കെ ഓരോ അസൂയക്കാര് പറഞ്ഞുണ്ടാക്കുന്നതല്ലേ സാറേ. ഞാൻ വെറും പാവം, ഇവളാണ് വെറും പപ്പാവം. കണ്ണുകൾ കൊണ്ട് നിമിഷയെ ചൂണ്ടി ഗംഗ പറയുന്നതിനിടയിൽ നെൽസൺ 3 അടുക്കുകളിൽ ആ ടിഫിൻ ബോക്സ് തുറന്ന് കറികൾ ഓരോന്നായി പുറത്തേക്ക് എടുത്തു വെച്ചു. നെൽസന്റെ മുന്നിലിരിക്കുന്ന ചോറിലേക്കും അതിനു ചുറ്റും അവൻ നിരത്തി വയ്ക്കുന്ന കറികളിലേക്കും നോക്കി ഗംഗയും നിമിഷയും വെള്ളമിറക്കി. ഒരു പാത്രത്തിൽ മുഴുവനുമായി പൊള്ളിച്ചു വെച്ചിരിക്കുന്ന വലിയൊരു കരിമീൻ, മറ്റൊരു പാത്രത്തിൽ നല്ല ഒന്നാന്തരം ചിക്കൻ തേങ്ങാക്കൊത്തും ചേർത്ത് വരട്ടി വെച്ചിരിക്കുന്നു. വേറൊന്നിൽ മോര് കാച്ചിയത്. വായിലൂടെ കപ്പലോടുവാൻ ഭാഗത്തിൽ വെള്ളമൊലിപ്പിച്ച് ഗംഗയും നിമിഷയും നോക്കിയിരിക്കെ നെൽസൺ ആ കരിമീൻ പൊള്ളിച്ചതിൽ നിന്നും വലിയൊരു കഷ്ണം അടർത്തിയെടുത്ത് വായിലേക്ക് വെച്ചു. ഓ, അടിപൊളി. കണ്ണുകളടച്ച് ആസ്വദിച്ച് കഴിക്കുന്നതിനിടയിൽ അവൻ സ്വയം പറഞ്ഞു. വായിലേക്ക് വെച്ച മീനിന്റെ കഷ്ണം രുചി അറിഞ്ഞിറക്കിയതിനു ശേഷം കണ്ണുകൾ തുറന്ന് അവൻ കണ്ടത് അവന്റെ മുഖത്തേക്ക് നോക്കി കൊതിയോടെ ഇരിക്കുന്ന ഗംഗയെയും നിമിഷയെയുമാണ്. വേണോ? ചോദിച്ചത് മാത്രമേ അവൻ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അടുത്ത നിമിഷം പരുന്ത് റാഞ്ചുന്നത് പോലെ കരിമീനും കോഴിക്കറിയും വെച്ചിരുന്ന പാത്രം ഗംഗയും നിമിഷയും കൈക്കലാക്കി. കരിമീൻ പൊള്ളിച്ചതിനോടും ചിക്കൻ കറിയോടും എന്തോ ശത്രുതയുള്ളതുപോലെ അതിന്മേൽ കമഴ്ന്നു കിടന്ന് പടവെട്ടുന്ന ഗംഗയെ നിമിഷയെ നോക്കി നെൽസൺ ചിരി അടക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ടേബിളിൽ നിന്ന് കൊതിമൂത്ത ചില മുഖങ്ങളും അസൂയ നിറഞ്ഞ മറ്റൊരു മുഖവും എത്തി നോക്കുന്നുണ്ടായിരുന്നു. വൈകിട്ട് അസിയെയും പുറകിലിരുത്തി പാർക്കിങ്ങിൽ നിന്നും ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് എന്റെ തൊട്ടു മുന്നിൽ ഒരു BMW R18 ക്രൂയിസർ വന്ന് വട്ടം നിന്നത്. ആ ബൈക്ക് കണ്ട് അത്ഭുതത്തോടെ മുഖമുയർത്തിയ എന്റെ കണ്ണുകൾ മുന്നിലിരുന്ന് ആക്സിലേറ്റർ റേസ് ചെയ്യുന്ന ഗംഗയെ കണ്ട് ഒന്നുകൂടി മിഴിഞ്ഞു. അവളെ വട്ടം പിടിച്ച് പുറകിലിരുന്ന നിമിഷ എന്നെ നോക്കി ചിരിക്കുമ്പോഴേക്കും ഒരു ഇന്ത്യൻ സ്കൗട്ട് ബോബർ ബൈക്ക് ഗംഗ ഓടിച്ചിരുന്ന BMW R18 അടുത്ത് വന്ന് റോഡിലൊന്ന് ഉരഞ്ഞു നിന്നു. ഹായ് ആരുഷ്. ഹെൽമെറ്റ് ഗ്ലാസ് മുകളിലേക്ക് ഉയർത്തി ആ ബൈക്കിന്റെ മുന്നിലിരുന്ന് നെൽസൺ എന്നെ വിഷ് ചെയ്തപ്പോ കുറച്ചു നേരത്തേക്ക് എനിക്ക് കണ്ണ് കാണാൻ പറ്റിയില്ല. അസൂയ മൂത്താൽ കണ്ണ് കാണില്ല എന്ന് പണ്ടാരോ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് ആ നിമിഷം മനസ്സിലായി. എങ്കിലും മാന്യത വിടാതെ ഞാൻ അവനെ തിരിച്ചു വിഷ് ചെയ്തു. ഹായ് നെൽസൺ. മോനെ ആരുഷേ, എങ്ങനെ നടക്കുന്നു നിന്റെ പാചകമൊക്കെ? തല ഒന്ന് ചരിച്ച് എന്നെ നോക്കി കളിയാക്കി ചിരിച്ചും കൊണ്ടുള്ള ഗംഗയുടെ ചോദ്യം കേട്ട് എനിക്ക് കുരുപൊട്ടി. ആരുഷിന് കുക്കിംഗ് അറിയാമോ? നെൽസൺ അത്ഭുതത്തോടെ ചോദിച്ചു. അറിയാമോ ഒന്നും, ഇവനെ നല്ല ഒന്നാന്തരം വെപ്പുകാരനാ അല്ലോടാ മോനെ. ഇവള് വീണ്ടും ഇളക്കുവാണല്ലോടാ. പുറകിലിരുന്ന് അസി പെറുപിറുത്തു. ഇവളെ ഇന്ന് ഞാൻ. ബുള്ളറ്റിൽ നിന്നും ചാടി ഇറങ്ങാൻ പോയി എന്നെ അസി പുറകിൽ നിന്നും വട്ടം പിടിച്ചു. വേണ്ടളിയ, ക്ഷമ ക്ഷയത്തിന് നല്ലതാ. എന്നതാന്ന് അവൻ പറഞ്ഞത് മനസ്സിലാവാതെ ഞാൻ തിരിഞ്ഞു നോക്കി. അവളുടെ ഇടികൊണ്ട് ക്ഷയം പിടിക്കുന്നതിലും നല്ലതേ ക്ഷമയോടെ ഇവിടെ തന്നെ ഇരിക്കുന്നതാണെന്ന് അവൻ വിശദമാക്കി. നെൽസോ, നമുക്ക് നാളത്തേക്ക് ബീഫ് കുരുമുളകിട്ട് ഒന്ന് വരട്ടിയെടുത്താലോ? തല ഒന്നിളക്കി മുടിയിഴകൾ മാടി ഒതുക്കി ഗംഗ അവനോട് പറയുന്നത് കേട്ട് എന്റെ സർവ്വാംഗം ചൊറിഞ്ഞു. പിന്നെന്താ, നിനക്ക് എന്നതാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാക്കാം, നെൽസൺ പറഞ്ഞു. പെടലി, നിനക്ക് എന്തേലും കഴിക്കാൻ കൊതി തോന്നുവെന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ഞങ്ങൾ ഉണ്ടാക്കിത്തരാം, അല്ലേ നെൽസ? പെടലിയോ? അതെന്താ സംഭവം? നെൽസൺ ഒരല്പം അത്ഭുതത്തോടെ എന്നെ നോക്കി. അതൊക്കെയുണ്ട്, സൗകര്യം പോലെ പറഞ്ഞു തരാം. എന്നാ ഞങ്ങൾ മറ്റാരുഷേ, മോനെ അസിക്കുട്ട ചക്കരെ പഞ്ചാരയുടെയൊക്കെ മുറക്ക് നടക്കുന്നുണ്ടല്ലോ അല്ലേ? അത് കേട്ടതോടെ അത്രയും നേരം എന്നെ വട്ടം പിടിച്ച് ക്ഷമ എന്താണെന്ന് പഠിപ്പിച്ച അസി ബുള്ളറ്റിന്റെ പുറകിൽ നിന്നും ചാടി ഇറങ്ങി. പക്ഷെ അപ്പോഴേക്കും അവരുടെ ആ സൂപ്പർ ബൈക്കുകൾ ശബ്ദമുയർത്തി പാഞ്ഞു പോയി കഴിഞ്ഞിരുന്നു. ആ, പോയത് നന്നായി, ഇല്ല ഞാൻ അവൾക്ക് കാണിച്ചു കൊടുത്തേനെ. കൊടികൾ ഉയർത്തി ആ ബൈക്കുകൾ പാഞ്ഞുപോയ ദിക്കിലേക്ക് നോക്കിക്കൊണ്ട് അസി ആരോടൊന്നില്ലാതെ പറഞ്ഞു. എന്നിട്ട് വേണം അവളത് ചെത്തിയെടുക്കാൻ, ചേലക്കാതെ വന്ന് വണ്ടി കയറാതേണ്ടി. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് എന്നെ ഒന്ന് തുറച്ചു നോക്കിയെങ്കിലും കൂടുതലൊന്നും പറയാതെ അവൻ വന്ന് ബുള്ളറ്റിന്റെ പുറകിലേക്ക് കയറി. ആ BMW ബൈക്ക് അവളുടെ തന്നെയാണോടാ? ഫ്ലാറ്റിലേക്ക് ബൈക്ക് ഓടിക്കുന്നതിനിടയിൽ ഞാൻ അവനോട് ചോദിച്ചു. ആടെ, ആ ശവത്തിന്റെ തന്നെയാണ്. മുടിഞ്ഞ കാശല്ലേ അവളുടെ വീട്ടില്, അത് നശിപ്പിക്കാൻ ഇങ്ങനെ ഓരോന്ന് വേണമല്ലോ. എന്നാലും ആ നെൽസൺ തേണ്ടി അവൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ആലോചിക്കുന്നേ. അതിത്ര ആലോചിക്കാൻ എന്തിരിക്കണം? ഇന്നലെ നീ അവൾക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പോയത് എന്ത് ഉദ്ദേശത്തിലാണോ അതേ ഉദ്ദേശം തന്നെ ആകാനേ സാധ്യതയുള്ളൂ. ബൈക്കിന് പുറകിലിരുന്ന് അസി തത്വജ്ഞാനം വിളമ്പുന്നത് കേട്ടപ്പോ എന്താണാവോ ഉള്ളിലൊരു ഭസ്മം. നീ വിഷമിക്കണ്ടട, അവള് പോയ അവളുടെ ചേച്ചി, അത്രേ ഉള്ളൂ. സാധാരണ എല്ലാ പൂവാലന്മാരും പറയുന്ന ആ പരട്ടത്വത്വം ഉപദേശിച്ചു തന്നിട്ട് അസി വഴിയോര കാഴ്ചകളിലേക്ക് കണ്ണു നടുമ്പോ
മനസ്സിലൂടെ കയറി ഇറങ്ങിപ്പോകുന്ന അനേകം മുഖങ്ങളിൽ ഒന്നു മാത്രമായി അവളെ തള്ളിക്കളയുവാനാകില്ല എന്ന സത്യം മനസ്സിലുയർന്ന അസൂയയുടെയും അകാരണമായ ദേഷ്യത്തിന്റെയും നാമ്പുകൾ എനിക്ക് മനസ്സിലാക്കി തരികയായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിയൊരുക്കി കടന്നു പോകവേ ആരുഷും ഗംഗയും തമ്മിലുള്ള ഉരസലുകൾ കൂടി വന്നതേ ഉള്ളൂ. എന്നാൽ നെൽസൺ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഗംഗയുടെ ഉറ്റ സുഹൃത്തായി മാറുകയും ചെയ്തു. വീക്കെൻഡുകളിൽ പല പബ്ബുകളിലും വെച്ച് ആരുഷ് ഗംഗയെ കാണുമ്പോഴൊക്കെ അവളുടെ കൂടെ നിമിഷയെ കൂടാതെ നെൽസനും ഉണ്ടായിരുന്നു. അതിനിടയിൽ ഗംഗയും നെൽസനും തമ്മിൽ റിലേഷനിലായി എന്നൊരു ശ്രുതിയും അവൻ കേട്ടു. തനിക്കതൊന്നും ബാധകമല്ല എന്ന മട്ടിൽ ആരുഷ് നടന്നെങ്കിലും എന്തിനെന്നറിയാത്തൊരു നൊമ്പരം നെഞ്ചിൽ വിങ്ങുന്നത് ആരും അറിയാതെ അവൻ കൊണ്ടു നടന്നു. ഡി, നീ ഒരു കാര്യം അറിഞ്ഞായിരുന്നോ? പതിവ് പോലെ ഒരു ദിവസം രാത്രി കിടക്കുന്നതിന് മുൻപ് ഇയർപോഡ് ചെവിയിലേക്ക് തിരികെ പാട്ട് കേൾക്കുകയായിരുന്ന ഗംഗയുടെ അടുത്തേക്ക് ചെന്നിട്ട് നിമിഷ ചോദിച്ചു. എന്നതാ? ഇയർപോഡ് ചെവിയിൽ നിന്നും ഊരി മാറ്റിയിട്ട് ഗംഗ ചോദിച്ചു. നിന്നെയും ആ നെൽസനെയും ചേർത്ത് ഒരു കരക്കമ്പി ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ അഗാധമായ പ്രേമത്തിലാണെന്ന കമ്പനിയിലെ ലേറ്റസ്റ്റ് ന്യൂസ്. അടിപൊളി, കൊള്ളാലോ. ഓ, ഇതൊക്കെ ആരെങ്ങനെ കണ്ടുപിടിക്കുന്നേ? ഞങ്ങൾ എത്ര രഹസ്യം സൂക്ഷിച്ചതായിരുന്നു, എല്ലാം പൊളിഞ്ഞു. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? സത്യം, രാത്രി പോലെ സത്യം. വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞതിന് ശേഷം നിന്നോടൊക്കെ പറയാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഇനിയിപ്പോ എന്നാ ചെയ്യാനാ? എല്ലാരും അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നാളെ തന്നെ അങ്ങ് കെട്ടിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നേ. എന്താ നിന്റെ അഭിപ്രായം? ഡി, സത്യം പറ, നീ ഇന്നും വല്ലതും വലിച്ചു കയറ്റിയോ? കണ്ടോ, സത്യം പറഞ്ഞപ്പോ ഞാൻ കുറ്റക്കാരിയായി. നീ പറ, അവൻ എന്തോ ഒരു കുറവ്? നല്ല ഒന്നാന്തരം ചുള്ളൻ ചെക്കൻ ഗംഗ നെൽസൺ, കണ്ടില്ലേ? ആ പേര് തന്നെ എന്തൊരു പൊരുത്തം. നിനക്ക് പ്രാന്താടി, പ്രാന്ത്. തലയിൽ കൈവച്ചുകൊണ്ട് നിമിഷ പറഞ്ഞു. ശരിയല്ലേടി, എനിക്കിടയ്ക്ക് തോന്നാറുണ്ട് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എന്റെ ദൈവമേ, ഇങ്ങനൊരു ജന്മം. ഡി ഗംഗേ, അവന്റെ ചില സമയങ്ങളിലെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ അവനൊരു ഫ്രോഡാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്കിൽ വളരെ നല്ലത്. ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോകണമെന്നുണ്ടെ അല്പ സ്വല്പം തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഉള്ളത് തന്നെയാ നല്ലത്. അപ്പൊ പിന്നെ അവനെ തന്നെ അങ്ങ് ഫിക്സ് ചെയ്യാല്ലേടി. നീ എന്ത് പണ്ടാരോഗ്യം ചെയ്, ഞാൻ കിടക്കാൻ പോവാ. നിമിഷ ദേഷ്യത്തോടെ കട്ടിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ മുറിയിലേക്ക് നടന്നു. അവൾ നടന്നു പോകുന്നത് നോക്കി കട്ടിലിന്റെ ക്ലാസ്സിൽ ചാരിയിരിക്കുകയായിരുന്ന ഗംഗയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ആളുകളെ വട്ടാക്കുമ്പോ എന്നാ സുഖവാ. സ്വയം പറഞ്ഞ് ചിരിച്ച ഗംഗ കട്ടിൽ കിടന്ന ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അതിന്റെ സ്ക്രീനിലേക്ക് നോക്കി. അമ്മക്കുട്ടി. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട അവൾ ആവേശത്തോടെ ഫോൺ എടുത്ത് ചെവിയിലേക്ക് ചേർത്തു. ദേവാ. ചെവിയിൽ പതിഞ്ഞ ശബ്ദത്തിൽ നിറഞ്ഞു നിന്ന അമ്മയുടെ സ്നേഹവും വാത്സല്യവും അവളുടെ ആ കരിനീല കണ്ണുകളെ ഇറനണിയിച്ചു. എന്താടാ കുട്ട, ഒന്നും മിണ്ടാത്തെ? എന്നും വിളിക്കാറുണ്ടെങ്കിലും അമ്മയുടെയും അച്ഛന്റെയും ശബ്ദം കേൾക്കുമ്പോ തറവാട്ട് തൊടിയിൽ ഓടിക്കളിക്കാൻ മോഹിക്കുന്ന ആ പഴയ കുസൃതിക്കാരി കുഞ്ഞായി അവൾ മാറുമെന്നറിയാവുന്ന അമ്മ മനസ്സ് അവളോട് വീണ്ടും ചോദിച്ചു. ഒന്നുമില്ല, അമ്മ പറയും. നാളത്തെ വിശേഷം എന്താന്ന് എന്റെ കുട്ടിക്കറിയോ? എന്താ? അതുപോലും ഓർമ്മയില്ല ഇങ്ങനൊരു കൊച്ച്. നിന്റെ പിറന്നാളാ നാളെ, നാഗപഞ്ചമി. കാലത്ത് ഓഫീസിൽ പോകും മുന്നേ അടുത്തുള്ള അമ്പലത്തിൽ പോകണം, കേട്ടല്ലോ. ദേവാ. ഫോണിൽ അച്ഛന്റെ ശബ്ദം കേട്ടപ്പോഴാണ് രണ്ടുപേരും ചേർന്നാണ് തന്നെ വിളിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായത്. എന്താ അച്ഛേ? എന്താടാ ഒരു വിഷമം പോലെ? ഏയ് ഒന്നുമില്ല ചേ, കിടക്കാൻ പോവുകയായിരുന്നു. ഇത്ര നേരത്തെയോ? വല്ലാത്ത ക്ഷീണം. ശരി, കിടന്നു. പിന്നെ നിന്റെ ശത്രു ആരുഷ് എങ്ങനെയുണ്ടവനിപ്പോ? അവൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ നീ കൊന്നോ? അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ജീവിച്ചിരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഗുഡ്. അവനെ ഒന്ന് കാണണോ എനിക്ക്? എന്തിന്? നിന്നോട് അടിയിട്ട് അവൻ കട്ടക്ക് പിടിച്ചു നിൽക്കുന്നില്ലേ, അപ്പോ അവൻ നിസ്സാരക്കാരനല്ല. അച്ഛേ വേണ്ട. ഓക്കേടാ. മങ്ങിപ്പോയ ഉന്മേഷം അവളുടെ വാക്കുകളിൽ തിരികെ എത്തിയെന്നറിഞ്ഞ അച്ഛൻ ചിരിച്ചും കൊണ്ട് സമ്മതിച്ചു. പിന്നെ ഒരു വിശേഷമുണ്ട് അച്ഛേ. എന്നതാടാ? ഞങ്ങളുടെ ഓഫീസിലെ പുതിയതായിട്ട് വന്ന ആ HR അസിസ്റ്റന്റ് ഇല്ലേ, നെൽസൺ. അവനും ഞാനും തമ്മിലേ പ്രേമത്തിലാ. അച്ഛന്റെയും അമ്മയുടെയും അത്ഭുതം നിറഞ്ഞ ശബ്ദം ഫോണിൽ കൂടെ കേട്ട് അവൾ കിടക്കൽ ചാരിയിരുന്ന് കുടുകൂടെ ചിരിച്ചു. രണ്ടാളും ഞെട്ടി അല്ലേ? പിന്നല്ലാതെ. പക്ഷെ സന്തോഷം കൊണ്ടാ. അയ്യടാ, അങ്ങനെ ഇപ്പൊ സന്തോഷിക്കണ്ട കേട്ടോ. നശിപ്പിച്ചു. എന്തായാലും നീ കാര്യം പറയും. അച്ഛൻ ഞാനും അവനും തമ്മിലേ പ്രേമത്തിലാണെന്നാ ഇവിടെ എല്ലാരും വിചാരിച്ചു വെച്ചിരിക്കുന്നേ, നമ്മുടെ നിമിഷ പോലും. അത് ശരി. അപ്പൊ ശരിക്കും പ്രേമത്തിലല്ലേ? പിന്നെ എന്റെ തലക്ക് ഭ്രാന്തല്ലേ. എന്റെ പൊന്നച്ചേ, ഒരു അനുഭവം കൊണ്ട് തന്നെ ധാരാളം മതി, ഇനി വയ്യേ. എടി മോളെ, നീ അങ്ങനൊന്നും പറയണ്ട. എല്ലാ ആണുങ്ങളൊന്നും ഒരുപോലെ അല്ലെന്നേ.
അതൊക്കെ എനിക്കും അറിയാം. എന്തായാലും അച്ഛയെ പോലെ ആരെങ്കിലും ഒക്കെ വരട്ടെ, എന്നിട്ട് ആലോചിക്കാം. എന്നാ ശരി. അച്ഛയുടെ ചക്കരക്കുട്ടൻ ചാച്ചി കേട്ടോ. ഉമ്മ ഉമ്മ. അച്ഛേ, അമ്മ, ഉമ്മ കുട്ട. അങ്ങേ തലക്കൽ ഫോൺ കട്ടായതെറിഞ്ഞ് അവൾ ഫോൺ സൈഡിലെ ടേബിളിലേക്ക് വെച്ചിട്ട് കട്ടിലേക്ക് കിടന്നു. ആ സമയം അങ്ങകലെ കുറ്റിപ്പുറത്തുള്ള ശങ്കരമംഗലം എന്ന ദേവഗംഗയുടെ തറവാട്ടിൽ അവളുടെ അച്ഛനായ യദുകൃഷ്ണൻ ഫോൺ ഓഫ് ചെയ്തതിനു ശേഷം കട്ടിലിരിക്കുകയായിരുന്ന തന്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നു. എന്താ നീ ഇരുന്ന് ആലോചിക്കുന്നേ? കട്ടിലേക്ക് ഇരുന്നതിന് ശേഷം ഉത്കണ്ഠയോടെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വേദികയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹം ചോദിച്ചു. നാളെ ദേവയ്ക്ക് 25 വയസ്സ് തികയുക. ഓർക്കുന്നില്ലേ മുത്തച്ഛൻ അവളെ പറ്റി പറഞ്ഞിട്ടുള്ളത്? എന്താന്നറിയില്ല, മനസ്സിൽ വല്ലാത്തൊരു ഭയം. യദുകൃഷ്ണന്റെ തോളിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് അവർ പറഞ്ഞു. എന്തിന്? അവൾ ഒരു സാധാരണ പെൺകുട്ടിയല്ലെന്നുള്ള കാര്യം നിനക്കും അറിവുള്ളതല്ലേ? പല പല ജന്മങ്ങൾ ജനിച്ചും ജീവിച്ചും ഒടുവിൽ ഈ തറവാട്ടിൽ വന്ന് ജനിച്ചത് അവളുടെ നിയോഗമാണെന്ന കാര്യവും മുത്തച്ഛൻ പറഞ്ഞു തന്നത് മറന്നുപോയോ? തറവാട്ടു നിലവറയ്ക്കുള്ളിൽ ഇരിക്കുന്ന ഓലയിൽ ഗുരുകാരണവന്മാർ പണ്ടേ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നടന്നേ തീരൂ വേദ. അതിനുള്ള സമയമായിരിക്കുന്നു. നടക്കാനുള്ളത് നടക്കുക തന്നെ ചെയ്യും. അവളുടെ മുജ്ജന്മങ്ങളുടെ എല്ലാം ലക്ഷ്യം ഈ ജന്മത്തിൽ സഫലമാകുക തന്നെ ചെയ്യുമെന്നതാ വിധി. അതിനു മുന്നേ അനുഭവിക്കേണ്ടി വരുന്ന ചില ദുർഘടങ്ങൾ അതും അനിവാര്യമാണ്. ഇനിയിപ്പോ അതും ആലോചിച്ചിരിക്കാതെ നീ കിടന്നുറങ്ങാൻ നോക്കൂ. അതും പറഞ്ഞ് യദുകൃഷ്ണൻ ലൈറ്റ് ഓഫ് ചെയ്ത് കട്ടിലേക്ക് കിടന്നെങ്കിലും തങ്ങളുടെ മകളായി ജനിച്ച ദേവഗംഗയുടെ മുജ്ജന്മങ്ങളെ കുറിച്ചും അവളുടെ യഥാർത്ഥ അസ്തിത്വത്തെക്കുറിച്ചും മുത്തച്ഛൻ പറഞ്ഞതും എഴുത്തോലയിൽ എഴുതി വെച്ചിട്ടുള്ളതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഉറക്കത്തെ അവരുടെ കണ്ണുകളിൽ നിന്നും അകലേക്ക് ആട്ടിപ്പായച്ചിരുന്നു. തുടരും. ലവ് ഇൻ ഗോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.